എൻ്റെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇത്. ഈ വ്ളോഗ്സും കാര്യങ്ങളും ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ സജഷൻസ് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഒരു സൺഡേ വ്ളോഗാണ്. രാവിലെ ഒരു 8:45 ആയപ്പോഴായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായത്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വിട്ടിട്ടുണ്ടായത് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലേക്കാണ്. രാവിലെ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഉച്ചയാകുമ്പോഴേക്കും നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചായയും സ്നാക്സ് ഒക്കെ എടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായത്. അങ്ങനെ അതെല്ലാം കുടിച്ച് പിന്നെ കുറച്ച് സമയം ഗെയിംസ് ഒക്കെ കളിച്ച് നമ്മൾ അവിടെ നിന്ന് നേരെ വിട്ടു. പിന്നെ പോയിട്ടുണ്ടായത് അഴീക്കലായിരുന്നു. ഈ ഒരു ബോട്ടിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആയിരുന്നു പോയിട്ടുണ്ടായത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റും കൂടി ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഗവൺമെൻറ് ബോട്ടാണ്. നമ്മൾ അഴീക്കൽ തൊട്ട് മാട്ടൂൽ വരെയായിരുന്നു പോയിട്ടുണ്ടായത്. ഈ ബോട്ടിൽ എത്ര പെട്ടെന്നാണ് മാട്ടൂൽ എത്തിയിട്ടുണ്ടായത്. അങ്ങനെ കുറേ തോണികൾ കണ്ടു. അവർ മീൻ പിടിക്കുന്ന ആക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവിടുന്ന് നേരെ വിട്ടു. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ വിട്ടിട്ടുണ്ടായത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ സെക്യൂറ സെൻറ്ററിലേക്ക് പോയിട്ടുണ്ടായി. അവിടുന്ന് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിന്നെ ഫുഡ് കോർട്ട് പോയി കുറച്ച് ഐസ്ക്രീമൊക്കെ കുടിച്ചു. പിന്നെ അവിടുത്തെ ഗെയിം സെൻറ്ററിൽ പോയി ഗെയിംസൊക്കെ കളിച്ചു. അങ്ങനെ കുറച്ച് സമയം അവിടുന്ന് സ്പെൻഡ് ചെയ്തു. ഇനി അടുത്ത ദിവസത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു കസ്റ്റമർ ഈ ബേബി സീക്ക് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എനിക്ക് വീട്ടിലേക്ക് ഡയറക്റ്റ് കൊണ്ടുതരുവാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പം കുട്ടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു റെസിൻ ഫ്രെയിം ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ടെൻഷനിലാണ്. എന്താ വെച്ചാൽ ഈ ഒരു ടൈപ്പ് ഫ്രെയിം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. റെസിൻ ഫ്രെയിം ചെയ്യാറുണ്ട്, പക്ഷെ അത് നോർമൽ ഫോട്ടോസും പിന്നെ ഈ വർമല പ്രിസർവേഷനും അങ്ങനെയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബേബി ഡീറ്റെയിലിംഗ് ഫ്രെയിം ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ടെൻഷൻ ഉണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്താൽ ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ അന്ന് ഈവനിങ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് രാത്രി ആകുമ്പോഴേക്ക് ഒരു ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്യുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഡെലിവറി ചെയ്യേണ്ടത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഓർഡർ എടുത്തിട്ടുണ്ടായത്. ഒന്നാമത് ഇതിൽ വെക്കേണ്ട ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. എല്ലാം പുറത്തുനിന്ന് വാങ്ങേണ്ടതാണ്. പക്ഷേ അടുത്ത് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓർഡർ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബോക്സൊക്കെ ഞാൻ സെറ്റാക്കി. എൻ്റെ കയ്യിൽ വേറെ ബോക്സ് ഉണ്ടായിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ റെഡിമെയ്ഡ് ബോക്സ് തന്നെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ ഫോം ബോർഡ് യൂസ് ചെയ്തിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കി. ആ ബോക്സ് പ്ലെയിൻ വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു രസം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ പുറത്തൊരു പാറ്റേൺ പേപ്പർ ഒട്ടിക്കാൻ വിചാരിച്ചിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഒരു പാറ്റേൺ ഷീറ്റ് ഉണ്ടായിരുന്നു. അതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ ബോക്സ് വരുന്നത്. പിന്നെ ഈ ഹാമ്പർ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായത് ഒരു ബർത്ത്ഡേ ഗേളിന് വേണ്ടിയിട്ടായിരുന്നു. 9 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അതിന് ആ കുട്ടിക്ക് പറ്റിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആയിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായത്. കുറച്ച് ചോക്ലേറ്റ്സ്, പിന്നെ ഹെയർ ആക്സസറീസ്, പിന്നെ ഇയറിങ്സ്, മാല, വള, ഇതൊക്കെയായിരുന്നു നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേന്റെ കട്ടൗട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കേക്ക് ടോപ്പർ ആയിരുന്നു ഞാൻ ഇതിൽ വെച്ചത്. സാധാ കട്ടൗട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ അതും കൂടി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഹാമ്പർ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇത് 8:30 മുന്നേ കസ്റ്റമർക്ക് കൊടുക്കണമെന്നായിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ നമ്മളത് രാത്രി തന്നെ ഡെലിവറി ചെയ്തു. ഇങ്ങനെയാണ് നമ്മളെ ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.